Hi everyone, welcome back to Chinu's Taste Buds. ഇന്ന് ഞാൻ ചെമ്മീൻ പുളി കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുളിയെ ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ പുളിയാണ് എന്നാണ് പറയുന്നത്, ചിലയിടത്ത് ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ചെമ്മീൻ പുളി ഒരു 15 എണ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പുളിയും വെള്ളവും കൂടി ഒന്ന് തിളച്ച് ആ നിറം ഒന്ന് പുളിയുടെ നിറം ഒന്ന് മാറുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ജ്യൂസും കൂടിയാണിത്. പിന്നെ ഇതിലേക്കൊരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുളി ഈ നിറം ഒന്ന് മാറി ഈ ഒരു പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ പുളിയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഈ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഈ പുളി അരച്ചെടുക്കുക. എന്നിട്ട് ഇതിനൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചു മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ അരിച്ച് ഒരു കുപ്പിയിലോ എന്തെങ്കിലും ടിന്നിലെങ്കിലോ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കേണ്ട സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ജ്യൂസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഈ പുളിയും കൊണ്ടുള്ള ജ്യൂസ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇത് ഞാൻ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ജ്യൂസിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ പുളിയുടെ അളവനുസരിച്ച് എടുത്താൽ മതി. ചിലവർക്ക് പുളി കൂടുതലും കുറവും വേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇപ്പോൾ ഞാനൊരു 15 പുളിയുടെ അളവേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അധികം പുളിയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചധികം പുളിയെടുത്ത് ഇതേപോലെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ കലക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ജ്യൂസിന്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഐസ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഐസും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്നോട് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ 2 മണിക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.